ഒരുപാട് നേരമായി പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും കാണാൻ കാത്തിരിക്കായിരുന്നു. അവരുടെ കാത്തിരിപ്പ് അവർ മുഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഗെയിംസ് ഒക്കെ കളിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയായിരുന്നു. എന്താണ് നമ്മുടെ കോഴിക്കോട്ടുള്ളവരോട്, പ്രത്യേകിച്ചും കുറ്റിക്കാട്ടിലുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, എന്താ സംസാരിക്കാനുള്ളത്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഞാനിതൊരു ഉള്ളിലുള്ളൊരു ചെറിയ ഫംഗ്ഷനാന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചാ വന്നേ. ഈ സൗണ്ട് കേട്ടപ്പോഴാണ് അറിഞ്ഞത് ഇത് പുറത്ത് സ്റ്റേജൊക്കെ ഉള്ളൊരു ഫംഗ്ഷനാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. കോഴിക്കോട് എന്ന് പറയുമ്പം വളരെ പ്രിയപ്പെട്ട ഒരു നാടാണ്. എനിക്ക് തോന്നുന്നു കോഴിക്കോട്ടുകാരെക്കാളും കോഴിക്കോട്ടുകാരെ ഇഷ്ടം പുറത്തുള്ളവർക്കാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഉള്ളവര് എപ്പോഴും പറയും നമുക്ക് ഏറ്റവും നല്ല ജില്ലകളിൽ ഏറ്റവും നല്ല ആൾക്കാരുള്ള ജില്ലകളിലുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോടും കണ്ണൂരും. അപ്പം എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് കോഴിക്കോട്ടുകാരാണ്. എൻ്റെ ഭർത്താവ് കണ്ണൂരുകാരനാണ്. അതുകൊണ്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല ആരാത് നമസ്കാരം. അപ്പം എന്തായാലും ഇവിടെ വിവോ V60യുടെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായി വരാൻ പറ്റിയതിൽ സന്തോഷം. ഈ സക്സസ് സെലിബ്രേഷനിലുപരി ഈ നാട്ടിലേക്ക് വരാൻ പറ്റിയതും ഇന്ന് ഉച്ചയ്ക്ക് നല്ല റഹ്മത്തിലെ ബീഫ് ബിരിയാണി കഴിച്ചു. അപ്പം അതിന്റെ സന്തോഷം വേറെ. അപ്പം ഇവിടെ ന്യൂജിയില് ഈ നാട്ടുകാരെല്ലാവരും ഇവിടെയുള്ള എല്ലാവരും എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഫോൺ റിലേറ്റഡ് ആയ കാര്യങ്ങൾ വിവോ നമ്മുടെ സക്സസ് ആയതുകൊണ്ടാണ് ഇപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായി വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ക്രൗഡ് ഒന്നും അങ്ങനെ ഭയങ്കര ലൈവ്ലി ആയിട്ടില്ല. എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയി വരുന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരം കഴിയട്ടെ, പതുക്കെ നോക്കാം. ഓക്കെ, പതുക്കെ നോക്കാം എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ വിവോ ക്യാമറയാണ്. അപ്പം ഞാൻ എപ്പോഴും ഫോൺ എടുക്കുമ്പോൾ അതിന്റെ ഫോട്ടോ ക്ലാരിറ്റിയും കാര്യങ്ങളാണ് നോക്കാറ്. പിന്നെ ഇപ്പൊ ഞാനൊരു ഓൺടർപ്രണറും കൂടെ ആയി. എന്റേതായ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, ഋതു എന്ന് പറഞ്ഞിട്ട് ഒരു ജ്വല്ലറി ബ്രാൻഡാണ്. അപ്പം അതും ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് പെർഫോമൻസ് ഉള്ളൊരു ഫോണായിരിക്കും നോക്കുക. എനിക്ക് ആ ഒരു കാര്യത്തിന് എന്റെ സെക്കൻഡ് ഫോണായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വിവോ ബ്രാൻഡ് തന്നെയാണ്.